എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില ഓപ്പറേഷനുകളെ പറ്റിയാണ്. അതായത് ചില രാജ്യങ്ങളിൽ കലാപങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത്, ഇനി അതല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇന്ത്യ ചില രക്ഷാപ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. സോ അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ട ചില രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കേരളത്തിൽ അതായത് വിജിലൻസ് പോലുള്ളവ നടത്തുന്ന ചില പ്രധാനപ്പെട്ട പരിശോധനകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നോക്കാനുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ബ്രഹ്മ. എന്താണ് ഓപ്പറേഷൻ ബ്രഹ്മ? അതായത് റീസെന്റ് ആയിട്ട് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നൊരു പേരാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ ബ്രഹ്മ. അതായത് 2025 മ്യാൻമറിനും അതുപോലെ തന്നെ തായ്ലൻഡിനെയും ബാധിച്ച ഭൂകമ്പം നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ ഒരു ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് എന്താന്ന് പറയുന്നത് ഓപ്പറേഷൻ ബ്രഹ്മ. അപ്പോൾ ഓപ്പറേഷൻ ബ്രഹ്മ എവിടെ നടത്തി? മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ എന്താണ് രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. എന്താണ് പശ്ചാത്തലം എന്ന് പറയുന്നത്? മ്യാൻമറിലുണ്ടായ ഭൂകമ്പം 2025 മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്നാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം ഇന്ത്യ നടത്തിയത്. ഇത് നമുക്ക് എങ്ങനെ എളുപ്പം ഓർത്തു വയ്ക്കാം? അതായത് മ്യാൻമറിന്റെ പഴയ പേരെന്താ? ബർമ എന്നാണ് അല്ലെ. അപ്പൊ ബർമ ബ്രഹ്മ. അപ്പൊ അങ്ങനെ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. ഓപ്പറേഷൻ ബ്രഹ്മ ഇന്ത്യ നടത്തിയത് മ്യാൻമറിലാണ്. സോ ഈ ഒരു ഭൂകമ്പമൊക്കെ ബാധിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ആ രാജ്യത്തോട് ഒരു കരുണ തോന്നും. അതായത് നമുക്ക് മ്യാൻമറിനടുത്ത ഒരു കരുണ തോന്നും. സോ ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്നത് ഇന്ത്യ എവിടെ നടത്തിയത് തന്നെയാണ്? മ്യാൻമറിൽ നടത്തിയത് തന്നെയാണ്. അപ്പോൾ ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്നത് ഇന്ത്യ മ്യാൻമറിൽ നടത്തിയൊരു രക്ഷാപ്രവർത്തനമാണ്. പക്ഷേ ഇത് നടത്തിയത് 2023 ഏത് വർഷമാണ്? 2023. ഇനി എന്തായിരുന്നു പശ്ചാത്തലം? അതായത് ഓപ്പറേഷൻ കരുണ ഇന്ത്യ നടത്താനുണ്ടായ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഖ ചുഴലിക്കാറ്റാണ്. ഏതാണ്? മോഖ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇന്ത്യ മ്യാൻമറിൽ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ കരുണ. അത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇവിടെ എന്തായാലും നമ്മൾ ഈ ഒരു മോഖ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിനെ പറ്റി പറഞ്ഞേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോഖ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഏത് രാജ്യമാണ്? അത് യമൻ ആണ്. ഇതാണ് യമൻ എന്ന് പറയുന്ന രാജ്യമാണ് മോഖ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. 2023 വീശിയ കാറ്റാണ്. ഈ ഒരു ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇന്ത്യ മ്യാൻമറിൽ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ കരുണ. സോ മ്യാൻമറുമായി ബന്ധപ്പെട്ട 2 രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. ഇനി അടുത്തത് ഓപ്പറേഷൻ ദോസ്ത്. അപ്പൊ എന്താണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്ന രക്ഷാപ്രവർത്തനം? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 രാജ്യങ്ങളിലായിട്ടാണ്. അതായത് 2 രാജ്യങ്ങളെ ഭൂകമ്പം ബാധിച്ച സമയത്ത് ഇന്ത്യ നടത്തിയ ഒരു രക്ഷാപ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 2023 നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ദോസ്ത് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? അതായത് തുർക്കി, സിറിയ എന്നീ രാജ്യങ്ങളെ ഭൂകമ്പം ബാധിച്ച സമയത്ത് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ ദോസ്ത. വേണമെങ്കിൽ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തെടുക്കാം. അതായത് ദോസ്ത്. അപ്പോൾ ദോ എന്ന് പറയുമ്പോൾ 2 രാജ്യങ്ങളുണ്ട്. സാ എന്തിനു വേണ്ടി നമുക്ക് സിറിയയ്ക്ക് പകരമായിട്ട് സാ എടുക്കാം. അതുപോലെ തന്നെ താ എന്ന് പറയുന്നത് തുർക്കിക്ക് വേണ്ടിയും എടുക്കാം. വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലും നല്ല രീതിയിലുള്ള കോഡുകളൊക്കെ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കണക്ട് ചെയ്തോളുക. അപ്പോൾ ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത് 2 രാജ്യങ്ങളിൽ സിറിയ, തുർക്കി. അപ്പോൾ അവിടുത്തെ ഭൂകമ്പമാണ് പശ്ചാത്തലം 2023 നടത്തി. ഇനി ഓപ്പറേഷൻ അജയ് വളരെ പ്രധാനപ്പെട്ടൊരു എന്താണ് ഓപ്പറേഷൻ ആണ്, രക്ഷാദൗത്യമാണ്. എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. കാരണം ഇത് PSC ചോദിച്ചതാണ്. അപ്പൊ ഈ ഓപ്പറേഷൻ അജയ് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർത്തു വയ്ക്കുക. ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം 2023 യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു യുദ്ധത്തെ തുടർന്ന് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ അജയ്. അപ്പൊ എന്താണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്? ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. വളരെ കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇവിടെ എന്തായാലും ഓപ്പറേഷൻ അജയ് പറഞ്ഞു, ഇസ്രായേൽ ഹമാസ് യുദ്ധം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തു വെച്ചേക്കണം. അതായത് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്. എന്താണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്? അതായത് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു പ്രത്യാക്രമണം ആരും നടത്തി? ഇസ്രായേൽ നടത്തി. അപ്പൊ അതിനവരുടെ പേരെന്ന് പറയുന്നത് സ്വാഡ് ഓഫ് അയൺ. എന്താണ് സ്വാഡ് ഓഫ് അയൺ എന്നാണ് ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിനിട്ട പേരെന്ന് പറയുന്നത്. സോ അതുകൂടി ഇതിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കുക.
ഇനി അടുത്തത് ഓപ്പറേഷൻ ഇന്ദ്രാവതിയാണ്. എന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതിയാണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതി ഇന്ത്യ നടത്തുന്നത് 2024 അപ്പോൾ ഇന്ദ്രാവതി 2024 ഇന്ത്യ നടത്തിയത്. സോ ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ സായുധ കലാപം നടന്ന ഹെയ്ത്തിയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് എന്താന്ന് പറയുന്നത്, ഈ പറയുന്ന ഇന്ദ്രാവതി. സോ ഇങ്ങനെ നോക്കുക, ഇന്ദ്രാവതി ഹെയ്ത്തി, അപ്പോ രണ്ട് അവസരം നടത്തിയാണ്. അപ്പോൾ ആ ഒരു കണക്കിന് നോക്കുക. അപ്പോൾ ഇന്ദ്രാവതി ഹെയ്ത്തി, അപ്പോൾ ഹെയ്ത്തിയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം, അതായത് ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഇന്ദ്രാവതി എന്ന് പറയുന്നത്. കാരണം അറിയാം, 2024 ഹെയ്ത്തിയിൽ എന്ത് നടന്നു, സായുധ കലാപം നടന്നു. സോ അതിനെ തുടർന്ന് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ നടത്തിയ രക്ഷാദൗത്യം ഇന്ദ്രാവതി. ഇനി ഓപ്പറേഷൻ കാവേരിയും ഓപ്പറേഷൻ ഗംഗയും, ഇത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കാരണം PSC ഈ രണ്ട് ദൗത്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുക. ഓപ്പറേഷൻ കാവേരി, ഓപ്പറേഷൻ കാവേരി എന്ന് പറയുന്നത് ഇന്ത്യ സുഡാനിൽ നടത്തിയ രക്ഷാദൗത്യമാണ്. ഇവിടെയാണ്, സുഡാനിലാണ്. ഇതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന 2023 ഈ പറയുന്ന സുഡാനിൽ ഈ ഒരു രക്ഷാദൗത്യം നടത്തുന്നത്. അതായത് സുഡാനിലെ അർദ്ധ സൈനിക വിഭാഗവും സൈനിക വിഭാഗവും തമ്മിൽ ഒരു കലാപം, ഒരു യുദ്ധം നടക്കുന്നു. സോ അതിനെ തുടർന്ന് അവിടെ കുടുങ്ങി ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ കാവേരി. വളരെ കാര്യമായിട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി എന്തായാലും ഇത്രയും രക്ഷാപ്രവർത്തനങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ PSC ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ ഗംഗ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം 2022 ഈ പറയുന്ന ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്ന രക്ഷാദൗത്യം ഇന്ത്യ നടത്തുന്നത്. ഇത് ഏതാണ് സാഹചര്യം നമുക്കറിയാം അല്ലെ, റഷ്യ ഉക്രൈൻ യുദ്ധം. അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ മുമ്പും ഇന്ത്യ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ റീസെന്റ് ആയിട്ടുള്ളത് കൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ടും നമ്മൾ ഇപ്പോൾ ഇത്രയും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങളിൽ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ചില ഓപ്പറേഷനുകളാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ഓപ്പറേഷനുകളൊക്കെ നടത്തുന്നതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് അഴിമതി ആരോപണത്തെ തുടർന്നുള്ള പരിശോധനകളായിട്ടാണ്. സോ അത്തരത്തിലുള്ള ഒന്ന് ഓപ്പറേഷൻ ലൈഫ് ആണ്. അതായത് ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളിൽ പല പേരിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകളുണ്ട്. സോ അതിനെല്ലാം കൂടി കോമൺ ആയിട്ട് നൽകിയ പേരാണ് ഓപ്പറേഷൻ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ പല പേരിൽ അറിയപ്പെട്ടിരുന്ന പല ക്രമക്കേടുകൾ കാണുമ്പോൾ എന്താണ് ഇതുപോലത്തുള്ള പല ഓപ്പറേഷൻ നടത്താറുണ്ട്. സോ അതിനെല്ലാം കൂടി ചേർത്ത് നൽകിയ പേര് ഓപ്പറേഷൻ ലൈഫ് എന്നാണ്. ഇനി അടുത്തത് ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് ആണ്. ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിജിലൻസ് നടത്തിയ ഒരു പരിശോധനയാണ്. എന്താന്ന് പറയുന്നത്, ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് എന്ന് പറയുന്നത് എന്താണ്, വിജിലൻസ് നടത്തിയാണ്. അപ്പൊ ഇതിലിപ്പോ ഈ ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് ആയിക്കോട്ടെ, ഓപ്പറേഷൻ കോക്ടെയിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഓപ്പറേഷൻ സ്റ്റെപ്പിനി ആയിക്കോട്ടെ, ഇതെല്ലാം വിജിലൻസ് നടത്തിയ പരിശോധനകളാണ്. അപ്പൊ ഇതിൽ ഈ ട്രഷർ ഹണ്ട് എന്ന് പറയുന്നത് വിജിലൻസ് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ചെക്ക് പോസ്റ്റുകളിലെ ക്രമക്കേട് കണ്ടെത്താനായിട്ടാണ്. അപ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ നടക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ കോക്ടെയിൽ എന്ന് പറയുമ്പോൾ എക്സൈസ് ഓഫീസുകളിലെ എന്താണ്, എക്സൈസ് ഓഫീസുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ട് ഈ പറയുന്ന വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ കോക്ടെയിൽ. ഏതാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. ഇനി ഓപ്പറേഷൻ സ്റ്റെപ്പിനി. അപ്പോൾ ഓപ്പറേഷൻ സ്റ്റെപ്പിനി എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പം കണക്ട് ചെയ്യാം. അതായത് ഇതെന്ന് വെച്ചാൽ സ്റ്റെപ്പിനി എന്ന് വെച്ചാൽ ടയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടയർ എന്ന് പറയുമ്പോൾ വാഹനമാണ്. സോ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച്, അതായത് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിലും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനങ്ങളിലെയും ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകൾ ക്രമീകരിച്ച വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി എന്ന് പറയുന്നത്. അത് എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് ഓപ്പറേഷൻ വനജ് ആണ്. ഈ പറയുന്ന ഓപ്പറേഷൻ വനജും ആര് തന്നെയാണ്, വിജിലൻസ് നടത്തിയ പരിശോധന തന്നെയാണ്. അതായത് പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിലെ ക്രമക്കേട് കണ്ടെത്താനായിട്ട് ഈ പറയുന്ന വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനജ് എന്ന് പറയുന്നത്. അപ്പോൾ വനജ് എന്ന് പറയുമ്പോൾ എന്താണ്, പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിലെ ക്രമക്കേട് കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധന. ഇനി ഓപ്പറേഷൻ അമൃത് ആണ്. ഓപ്പറേഷൻ അമൃത് എന്തായാലും പരീക്ഷയ്ക്ക് നോട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് നടത്തിയ പരിശോധനയാണ് എന്തെന്ന് പറയുന്നത്, ഓപ്പറേഷൻ അമൃത്. സോ ഈ ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ കൊടുക്കാൻ പാടില്ല എന്ന രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓർക്കുക, ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയാനായിട്ട് അല്ലെങ്കിൽ ഡോക്ടർമാരുടെ എന്താണ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തുടങ്ങിയ ഒരു എന്താണ് പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്. ഡ്രഗ്സ് കൺട്രോൾ ബോർഡാണ് നടപ്പിലാക്കിയ എന്നുള്ള കാര്യം ഓർക്കുക. ഇനി എന്താണ് അമൃതിന്റെ പൂർണ്ണരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നുള്ളതാണ് അമൃതിന്റെ പൂർണ്ണരൂപം. സോ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ഓപ്പറേഷനുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.